ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ജേണി ജംഗീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു യാത്രയിലാണ്. യാത്ര വേറെയൊന്നുമല്ല, എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട് ചെങ്കലാണ്. ഞാൻ താമസിക്കുന്നത് കാര്യോടാണ്. അപ്പോൾ ചെങ്കലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ചെങ്കലും കഴിഞ്ഞ് വലിയോളം കഴിഞ്ഞ് കീഴമാകം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ അമ്മയെ നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ട് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട്, പക്ഷേ ഇന്നലെ ആണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. പനിയും ഷുഗറിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാരണം നമ്മൾ വലിയ കുളമാണ് കേട്ടോ. വലിയ കുളം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 2ാം സ്ഥാനമുള്ള ഒരു കുളമാണ്. അപ്പോഴത്തേക്ക് ഇപ്പോഴേ ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് എൻ്റെ ശ്രദ്ധയിൽ വേറൊരു കാര്യം കണ്ടു കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ കുറേ തെങ്ങുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ആ തെങ്ങിലൊന്നും മണ്ടകളൊന്നുമില്ല. കാരണം എന്താണെന്ന് അറിയില്ല. മണ്ട ഇടിവെട്ട് സമയത്ത് പോയതാണോ അതോ നശിച്ചു പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. കുറേ നാളായി ഞാനിങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇത് വലിയകുളത്തിൻ്റെ അവിടെ കൂടെ ഒരു തോടാണ്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് പോകണ ഒരു തോടാണ്. അപ്പോൾ നല്ല ഈ വലിയോളമൊക്കെ ആണെങ്കിൽ ഒരു 38 ഏക്കറൊക്കെ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കയ്യേറി ഇപ്പോഴ് 18 ഏക്കറോളം ഉണ്ട്. പിന്നെ അത് സംരക്ഷിച്ച് കുളമൊക്കെ നല്ല രീതിയിലൊക്കെ സംരക്ഷിച്ച് അതിൻ്റെ ഭിത്തിയൊക്കെ കെട്ടി ഇപ്പോഴ് അതിനെ നല്ല രീതിയിലൊക്കെ സംരക്ഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ കുഞ്ഞ് വയലാണ്. ഒരു 2 വയലുണ്ട്. നമ്മുടെ കീഴമാകത്തെ മെയിൻ വയലാണ് ഇത്. വയലെന്ന് പറഞ്ഞാൽ ഇത് 1.5 വയലാണ് കേട്ടോ. ഏക്കർ കണക്കിന് കണ്ണത്താ ദൂരത്തോളം വ്യാപിച്ച് കിടക്കണ ഒരു വിത്ത് വരെ പരമ്പരാഗതമായിട്ട് കൃഷി രീതികളൊക്കെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കീഴമാകം. ഞാൻ ഒരിടത്തും ഈ വയലുകൾ അന്യം നിന്ന് പോണതല്ലാതെ ഇത്രയും പെർഫെക്റ്റായിട്ട് ഈ വയൽ അന്നും ഇന്നും ഒരുപോലെ ഒരേ രീതിയിൽ ഞാൻ ഇതുവരെയ്ക്കും വേറെ ഒരിടം കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴും കൂടുതലും ആരും നെൽകൃഷിയൊന്നും ചെയ്യാൻ മെനക്കെടാറില്ല. അപ്പോഴും ഇവിടെ അങ്ങനെയല്ല. എല്ലാ വർഷവും നെൽകൃഷി തന്നെയാണ് ഇവിടെ ചെയ്യണത് കേട്ടോ. നെൽകൃഷിയും ഇടവേള കൃഷികളായിട്ട് പയർ, ചീര അങ്ങനെയൊക്കെ കൃഷി ചെയ്യുവേ. അങ്ങനെ ഇവിടെ വാഴയൊന്നും ആരും വച്ച് ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. കണ്ണത്ത ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നെല്ല് വിതയ്ക്കണ സമയത്ത് ഈ നെല്ല് കതിരാവണ സമയത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് കേട്ടോ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴമ്മ അവിടെ കിടക്കുകയാണ്. അമ്മയ്ക്ക് ഞാൻ കുറച്ച് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോഴമ്മ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി ചാടി എണീറ്റതാണ്. അവർ വയ്യാണ്ട് കിടക്കുകയാണ്. അത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് നീ കുറേ നാളായല്ലോ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചൊന്ന് എൻ്റെ പ്രകൃതി സൗന്ദര്യം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഒരു ട്രാക്ടർ എന്നാണ് കേട്ടോ ഇതിനെ പറഞ്ഞത്. ട്രില്ലർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ വയൽ ഉഴണ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിലേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ മണ്ണ് അത് ഈ വയലിൽ ഇറക്കണതെന്നൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗുഡൻസ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഈ വലിയ വീലില്ലേ, ഇതാണ് നമുക്ക് മണ്ണ് അതായത് വയലിലെ ചെളി നികത്താൻ വേണ്ടിയിട്ട്, വയൽ ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കരയിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഡീഷണലായിട്ട് അവർ ഫിറ്റ് ചെയ്ത് വച്ചേക്കുന്ന ടയറാണ് കേട്ടോ. ഇത് വയലൊക്കെ ഉഴുതതിന് ശേഷം റോഡിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ടയറാണ് കേട്ടോ. പക്ഷേ ഈ സംഭവം എനിക്ക് അറിയില്ലായിരുന്നേ. കുഞ്ഞുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ട്രാക്ടർ ഈ വയലിൽ ഡ്രില്ലിങ് മെഷീൻ ഇട്ട് ഉഴും. ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ വയൽക്കരയിൽ കളിച്ച് വളർന്നതല്ലേ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വയലാണ്. വയലെന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആ മിസ്സിങ് ഫീല്, നമുക്ക് ആ ഒരു പഴയ ആ കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പം നഷ്ടപ്പെട്ട ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടണത് ഇപ്പോഴാണ് കേട്ടോ. ശരിക്കും ആ ഒരു സൗന്ദര്യം, പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം ശരിക്കും ഞാൻ ഇപ്പോഴും അവിടെ നിന്ന് മാറിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരുപാട് ഞാൻ മിസ് ചെയ്യണുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു യന്ത്രം ഇതിൻ്റെ പല്ലാണ് കേട്ടോ. ഈ പല്ലാണ് വയലിലെ ഈ കിളച്ച് കൊണ്ടുപോകണത്. അതായത് ഞാറ് നടാനും അതുപോലെയൊക്കെ വയൽ കിളയ്ക്കണ സമയത്ത് ഇതാണ് കേട്ടോ. ഈ പല്ലിൻ്റെ ചക്രം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോവും. അപ്പോൾ അതിലുള്ള എല്ലാ വയലുകളും ഇതുപോലെ ബ്ലാങ്കായിട്ട് നല്ല കിളച്ചിടും. ഈ കാണുന്ന വയൽ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ കിളച്ചിടും. അപ്പോൾ പണ്ട് ഒരുപാട് ഓർമ്മകൾ
എനിക്ക് തന്ന വയലുകളാണ് കേട്ടോ ഇത്. ഒരുപാട് മണ്ടത്തരങ്ങളും ഓർമ്മകളും ഒക്കെ ഞാൻ പിന്നെ അവിടെ നിന്ന് കുറേ സമയം ഞാനത് ഓർത്തുകൊണ്ടിരുന്നേ. കുഞ്ഞുനാളിൽ കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് പറക്കിയൊക്കെ വച്ചിട്ടുണ്ട്. അത് ഞാൻ വഴിയെ ഒരു വീഡിയോ ചെയ്യണുണ്ടേ. അയ്യോ, ഇതാണ് നമ്മളെ അപ്പുറത്തെ സൈഡ്. നല്ലൊരു വ്യൂ അല്ലേ ശരിക്കും. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും ഞാൻ അവിടെ നിന്നൊക്കെ മാറിയൊക്കെ താമസിച്ച് പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറിയപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു പ്രദേശത്തിൻ്റെ ശരിക്കും ഒരു ഗ്രാമീണത, അതായത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇപ്പോഴിങ്ങനത്തെ അന്തരീക്ഷങ്ങൾ കിട്ടാൻ വലിയ പാടാണ്. പുഴകളും എൻ്റെ കൈത്തോടുകളും ചെറിയ കനാലുകളും അതുപോലെ തന്നെ കുളങ്ങളും ചെറിയ ചെറിയ കുളങ്ങളെ നമ്മൾ നീരാഴികളെന്നാണ് കേട്ടോ പറയണത്. ഈ വയലിൻ്റെ പ്രദേശത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുളങ്ങളുണ്ടാവുമേ. ഇതെന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ പ്രദേശത്ത് കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ വെള്ളമൊക്കെ കോരാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കി പറക്കി വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഇപ്പോഴേ എല്ലാം നമുക്കിപ്പം കാണാൻ അന്യം നിന്ന് പോയിരിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാം അവിടെയൊക്കെ നിമത്തി അവർ അവിടെ കുറച്ച് തെങ്ങ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിമത്തി പറക്കിയൊക്കെ വെച്ചുകൊണ്ട് വരെയാണ്. നമ്മളുടെ പ്രകൃതിയിൽ നമുക്കായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളൊക്കെ മനുഷ്യരായിട്ട് തന്നെ എല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും സൈലൻ്റായിട്ട് ശരിക്കും നമുക്ക് മനസ്സിനൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാൽ കെട്ടി ഇങ്ങനെ ആടിയാൽ നമ്മളെ മനസ്സിലെ എല്ലാ ടെൻഷനും മാറും കേട്ടോ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും പുതിയ തലമുറയിൽ ടെൻഷനേ ഉള്ളൂ. നമ്മൾ ഈ ഫോണിലൊക്കെ എപ്പോഴും ഫോണിന് അഡിക്റ്റായിട്ട് ഫോണിൽ എപ്പോഴും അതിൻ്റെ ആവുമ്പോഴേ നമ്മൾ ഇതുപോലത്തെയൊക്കെ സ്ഥലങ്ങളൊന്ന് കുറച്ച് സമയമൊക്കെ ചെന്നിരിക്കണം. ഇത് ഒരു തോടാണ് കേട്ടോ. അതിൻ്റെ പരിസരത്തുള്ള ഒരു ചെറിയ കൈത്തോടാണ്. ഇവിടെയാണ് കേട്ടോ പണ്ട് നമ്മൾ കുളിക്കാനൊക്കെ വരണത്. ഇപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വഴിയിലൂടെയൊക്കെ. ഒത്തിരി തവണ നമ്മൾ ഒരുപാട് കൂട്ടുകാരായിട്ട് കളിച്ച് ചിരിച്ച് ഓടി നടന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോഴിതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് പഴയ കാലത്തോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. തിരക്കുകൾ ജീവിതം ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ. അപ്പോഴിതൊന്നും ആസ്വദിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും ആസ്വദിക്കാനായിട്ട് സമയം കിട്ടണില്ല. അവർ ഫോണിന് അഡിക്റ്റാണ്. അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ പൂക്കളൊക്കെ പറിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ ഒരു വഴി അടയണ എന്ന് പറയും നമ്മൾ. അടയണ എന്നൊക്കെ പറയണ ഒരു ചെറിയ തോട് പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. അത് വയലിൽ വെള്ളം കൂടുമ്പോഴത്തേക്കും ആ തോട് വഴിയാണ് കേട്ടോ അതിൻ്റെ ആ വെള്ളം തുറന്നു വിടുന്നത്. ആ വെള്ളം നേരെ വലിയ കൈത്തോടില്ലേ അതിൽ പോയി നേരെ കടലിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഈ ചെടി എന്തൊരു പേരെനിക്കറിയില്ല. ഇതിൻ്റെ കിരീട ചെടി എന്നൊക്കെയാണ് കേട്ടോ പറയണത്. പണ്ട് കാലത്ത് ഓണത്തിനൊക്കെ നമ്മളിത് ഒരുപാട് ശേഖരിച്ച് രാവിലെ പോകും കേട്ടോ. ഈ പാടത്തിൻ്റെയൊക്കെ അരികിലൊക്കെ ഉള്ള തുമ്പയും തുളസിയും അങ്ങനെ ഒരുപാട് കാക്കപ്പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം ശേഖരിച്ച് ഒരു വാഴയിലയിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഈ കിരീടം ചെടിയും പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒരു വേരൻ എന്ന് പറഞ്ഞിട്ട് ഇതിൽ വെള്ള കളറിലുള്ളൊരു ചെടിയുണ്ട് കേട്ടോ. അതിവിടെ കാണാനില്ല, അതൊക്കെ നശിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പൂക്കളൊക്കെ പറിച്ച് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കൊണ്ട് അത്തപ്പൂക്കളൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഇത് ചെടിയല്ല, ഇതൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ. നല്ലൊരു ചീരയാണ്, കൊഴുവച്ചീര എന്നാണ് നമ്മൾ പറയണത്. അപ്പോഴാണ് ആ ട്രാക്ടർ ചേട്ടൻ അവിടെ വന്നിരിക്കൊണ്ടേ ഞാൻ പറഞ്ഞ് ഞാനൊന്ന് ഫോട്ടോ എടുത്തോട്ടെന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ സമ്മതിച്ചു. അപ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ പോണത് ഞാൻ കണ്ടിട്ടില്ല. ഈ കരയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണത് കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ കരയിൽ ഈ വലിയ ചക്രം ഇല്ലേ, ഈ ചക്രത്തിൽ തന്നെ ഉരുട്ടിക്കൊണ്ട് പോകുമെന്നാണ്. പിന്നെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ യാത്രയൊക്കെ ചോദിച്ച് അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ പോണതാണ് കേട്ടോ. വീട്ടിൽ പോണ വഴിയിൽ നമ്മുടെ വലിയോളം ഞാനും കാണിക്കുകയാണേ. വലിയോളത്തിലാണെങ്കിൽ ഇപ്പോഴും 18 ഏക്കറേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം വെള്ളമൊക്കെ പായലൊക്കെ പിടിച്ച് കിടക്കണം. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അതിനെ സംരക്ഷിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിറയെ താമര ഉണ്ടായിരുന്നതാണ് കേട്ടോ. താമര എന്ന് പറഞ്ഞാൽ നോക്കത്ത ദൂരത്തോളം താമരകളായിരുന്നേ. താമരയെന്ന് ഒരു രക്ഷയില്ലാത്ത താമരയാണ്. അത് പണ്ട് ഈ
ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ അറ്റത്തെ സീറ്റ് പിടിക്കും. എന്തിനെന്നറിയാമോ? ഈ താമരയുടെ ആ കുളത്തിൻ്റെ ഒന്ന് ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ മഴയായിരുന്നു കേട്ടോ. മഴ വരണതിന് മുമ്പേ ഞാൻ വീട്ടിലെത്തി എൻ്റെ നന്ദിനിക്ക് അപ്പോഴാണ് ഇവിടെ മൊത്തം ചളം കുളം, പിന്നെ ഇനി പറയാനില്ല. പിന്നെ അവിടെ എല്ലാം തൂത്തുപറക്കി നന്ദിനിക്ക് ഫുഡും കൊടുത്ത് അപ്പോഴും കാണാം അവിടെ മൊത്തം ചളമായിട്ടുണ്ട് കേട്ടോ. അവളെ കൊമ്പ്, വാല്, കഴുത്ത്, കാത് എല്ലാം. ഇത് പിന്നെ വെള്ളം കൊടുത്തപ്പോഴും വെള്ളം കുടിച്ചതാണേ. എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ മോള് എൻ്റെ ഒരു ഷാളും എടുത്ത് സാരി പോലെ ഉടുത്തിട്ട് അവളടുത്ത് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. കുളിയൊക്കെ കഴിഞ്ഞ് ആശാത്തി ഒരു ഷോളെടുത്ത് ചുറ്റിയിട്ട്, പഴയകാലത്ത് എനിക്കുമുള്ള ഒരു ശീലമാണ് കേട്ടോ. അമ്മയുടെ സാരിയൊക്കെ എടുത്ത് ചുറ്റിയിട്ട് ഞാൻ ടീച്ചറും കുട്ടിയൊക്കെ കളിക്കുന്നത്. അവളെ കാലിൽ ഒരു പടലം പൊതുവാണ് കേട്ടോ അപ്പിയിരുന്നത്. പിന്നെ ഞാൻ അതിനെ കടിച്ച് കൊന്നു. പിന്നീട് അവിടുന്ന് കുറച്ച് വൈക്കോലൊക്കെ എടുത്തിട്ടേ, കാരണം എല്ലാം പോച്ചകളെല്ലാം നനഞ്ഞു പോയല്ലോ. അപ്പോഴും പോച്ച കത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈക്കോലെടുത്ത് പോച്ച കത്തിച്ചതാണ്. കാരണം നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഈ നെരിപ്പോട് വയ്ക്കുമ്പോൾ, നമ്മൾ പോയ്ക്കുമ്പോഴത്തേക്കും അത് ഒബ്സർവ് ചെയ്ത് നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരുമെന്നാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. ഇത് പോസിറ്റീവ് എനർജി വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഈ കൊതുവിനെ പേടിച്ചാണ് കേട്ടോ അവിടെ കുറേ ഇങ്ങനെ എന്നും ചെയ്യാറുണ്ടേ. കുറച്ച് പോച്ചകളൊക്കെ വെച്ച് പിന്നെ വൈകുന്നേരം ഒരു നെരിപ്പോട് വയ്ക്കുന്നത് എന്നും എൻ്റെ പതിവാണേ. അപ്പം അതിൽ കുറച്ച് ഇതൊക്കെ ചേർത്ത് ഞാൻ കുറച്ച് രാമച്ചവും അങ്ങനെ അല്ലറ ചില്ലറ കൊടുക്കൈകളൊക്കെ. പിന്നെ അമ്മയെ നോക്കി പോയപ്പോഴേ അവിടുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടൊക്കെ വന്ന്. എൻ്റെ അമ്മ ഉള്ളപ്പോഴല്ലേ അതൊക്കെ പോയി എടുക്കാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും അമ്മയുടെ മുമ്പേയല്ലേ നമുക്ക് ചെല്ലം കാണിക്കാൻ പറ്റൂ. എനിക്ക് അമ്മയെ കാണുമ്പോൾ ഭയങ്കര ചെല്ലമാണ് കേട്ടോ. എനിക്ക് വയ്യാതാവുമ്പോഴേ അമ്മയെ കാണുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരും കേട്ടോ. എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ അമ്മയാണ് എനിക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ചെല്ലം കാണിക്കുന്നത് എൻ്റെ അമ്മയുടെ കൂടി അച്ഛൻ്റെ കൂടിയാണ്. അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് കൊഴിഞ്ഞ് പയർ തന്നു കേട്ടോ. അവിടുന്ന് അവർക്ക് കിട്ടിയതാണ്. അപ്പോഴേ അവരെനിക്ക് കുറച്ച് കൊഴിഞ്ഞ് പയർ തന്നു. ഇനി ഇതിനെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആവിക്കണം, പിന്നെ തോരൻ വയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് എന്തൊക്കെയോ പറ്റിയിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ ഷുഗറിനേക്കാളും വേവലാതി എൻ്റെ ഷുഗറിനാണ് കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്യാറുണ്ടോ ഇല്ലേ എന്നൊക്കെ അമ്മയ്ക്ക് അറിയണം. പിന്നെ എന്നെ വഴക്ക് പറയും കേട്ടോ. ഞാനിവിടെ ഇത് പത്യം നോക്കൂല, അത് ചെയ്യില്ല, മെഡിസിൻ എടുക്കില്ല, പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്ക് പറയേ. അമ്മയ്ക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ഈ ഷുഗർ ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.